ജില്ലയിലെ കൃഷിഭൂമി അടക്കമുള്ള വില്ലേജുകൾ ഉൾപ്പെടുത്തി ESI കരട് വിജ്ഞാപനം കേന്ദ്ര സർക്കാർ പുറപ്പെടുവിച്ചത് ഇടത് വലതു സർക്കാരുകളുടെ കെടുകാര്യസ്ഥത മൂലമാണെന്ന് BJP സൌത്ത് ജില്ലാ കമ്മിറ്റി. വനഭൂമിയും റവന്യൂ ഭൂമിയും കൃത്യമായി അളന്ന് വേർതിരിക്കാതെ കൃഷിയിടങ്ങളും ടൌണുകളും ജനവാസ മേഖലകളും ഉൾപ്പെടുത്തി മുൻ സർക്കാരുകൾ നൽകിയ ശുപാർശകളുടെ അടിസ്ഥാനത്തിലാണ് ഒരു സെന്റ് വനഭൂമി പോലും ഇല്ലാത്ത വില്ലേജുകളെയും കരട് വിജ്ഞാപനത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. BJPയുടെ നേതൃത്വത്തിൽ ജില്ലയിലെ ജനങ്ങളെ വിവിധ സ്ഥലങ്ങളിൽ വിളിച്ചു ചേർത്ത് അവർക്ക് പരിസ്ഥിതി മന്ത്രാലയത്തിന് ആക്ഷേപം ബോധിപ്പിക്കാനുള്ള അപേക്ഷാ ഫോറത്തിന്റെ മാതൃക തയ്യാറാക്കി വിതരണം ചെയ്യുമെന്ന് നേതാക്കൾ പറഞ്ഞു. ഉമ്മൻ വി ഉമ്മൻ റിപ്പോർട്ടിൽ കൃഷിഭൂമി മാത്രമുള്ളതായി പ്രതിപാദിച്ചിരുന്ന ഉടുമ്പൻചോല, ഉപ്പുതോട്, കൽക്കുന്തൽ, തങ്കമണി, പാമ്പാടുംപാറ, കട്ടപ്പന, കരുണാപുരം, വണ്ടൻമേട്, അണക്കര, ആനവിലാസം, ചക്കുപള്ളം, ഇരട്ടയാർ എന്നിവ അടക്കമുള്ള വില്ലേജുകളെയും ജനവാസ മേഖലയും ഉൾപ്പെടുത്തി ജില്ലയിലെ 51 വില്ലേജുകളെയാണ് ESIയിൽ ഉൾപ്പെടുത്തുവാൻ സംസ്ഥാന സർക്കാർ ശുപാർശ നൽകിയിരിക്കുന്നത്. അപ്പോൾ ഒരു സെന്റ് ഭൂമി പോലും വനമില്ലാത്ത നിരവധിയായിട്ടുള്ള ചക്കവള്ളം, പാമ്പാടംപാറ ഉൾപ്പെടെയുള്ള നിരവധിയായിട്ടുള്ള വില്ലേജുകളെയൊക്കെ ESI ആയിട്ട് പ്രഖ്യാപിക്കാന്ന് പറഞ്ഞാൽ അതിന്റെ മാനദണ്ഡം എന്താണെന്ന് മനസ്സിലാകുന്നില്ല. അപ്പൊ അതിന് കാരണം ഈ ഓരോ റിപ്പോർട്ടുകൾ കൊടുക്കുമ്പോഴും സംസ്ഥാന ഗവൺമെന്റ്, അത് ഇടതുപക്ഷമായിക്കോട്ടെ വലതുപക്ഷമായിക്കോട്ടെ, കൃത്യമായിട്ടുള്ള ആൾക്കാരുടെ ജനസംഖ്യയോ അവിടുത്തെ ഇൻഹാബിറ്റൻസിന്റെ വനഭൂമിയും റവന്യൂ ഭൂമിയും കൃത്യമായി അളന്ന് വേർതിരിക്കാതെ കൃഷിയിടങ്ങളും ടൗണുകളും ജനവാസ മേഖലകളും ഉൾപ്പെടുത്തി മുൻ സർക്കാരുകൾ നൽകിയ ശുപാർശകളുടെ അടിസ്ഥാനത്തിലാണ് ഒരു സെന്റ് വനഭൂമി പോലും ഇല്ലാത്ത വില്ലേജുകളെയും കരട് വിജ്ഞാപനത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. BJPയുടെ നേതൃത്വത്തിൽ ജില്ലയിലെ ജനങ്ങളെ വിവിധ സ്ഥലങ്ങളിൽ വിളിച്ചു ചേർത്ത് അവർക്ക് പരിസ്ഥിതി മന്ത്രാലയത്തിന് ആക്ഷേപം ബോധിപ്പിക്കാനുള്ള അപേക്ഷാ ഫോറത്തിന്റെ മാതൃക തയ്യാറാക്കി വിതരണം ചെയ്യും. അത് മന്ത്രാലയത്തിലേക്ക് അയക്കാനുള്ള സഹായങ്ങളും ചെയ്തു നൽകുമെന്ന് BJP സൗത്ത് ജില്ലാ പ്രസിഡന്റ് VC വർഗീസ്, സന്തോഷ് കുമാർ, K കുമാർ, ഷൈൻ വർഗീസ്, ഷാജി നെല്ലിപ്പറമ്പിൽ, ഗൗതം കൃഷ്ണ, വിഷ്ണു പ്രസാദ് എന്നിവർ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കട്ടപ്പന.